ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബേങ്കൻ ഭർത്തയാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാനിതിന് പറഞ്ഞുകൊണ്ടിരുന്നത് വഴുതനങ്ങ കറി എന്നായിരുന്നു. എൻ്റെ ഭർത്താവാണ് അതിന് ഇങ്ങനൊരു പേരുണ്ട് എന്നെന്നോടുത്ത് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതുപോലത്തെ വലിയ വഴുതനങ്ങ 2 എടുക്കുക. 2 1 നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക. അതിൻ്റെ 3 സൈഡിലും നമ്മൾ ഇതുപോലെ വരഞ്ഞിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. 2 3 അല്ലി വെളുത്തുള്ളി നമ്മളതിൻ്റെ 3 ഭാഗത്തേക്കും തിരികെ കയറ്റി വെച്ച് കൊടുക്കണം. വരഞ്ഞു വെച്ചിരിക്കുന്ന 3 സൈഡിലും വെളുത്തുള്ളി നിറച്ചതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് കടുകെണ്ണ തേച്ച് കൊടുക്കാം. ഇനി കടുകെണ്ണയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ കടുകെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് അതിന് ആ ഒരു ഒതൻറ്റിക് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് എടുത്ത് അതിലും കുറച്ച് കടുകെണ്ണ തടവി കൊടുത്ത് ഈ വഴുതനങ്ങ അതിനകത്ത് വെച്ച് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ആണ് നമ്മളിത് വെക്കുന്നത്. 30 മിനിറ്റ് വെക്കുന്ന സമയത്ത് ഓരോ 10 മിനിറ്റ് ഇടവിട്ടും ബാസ്ക്കറ്റ് തുറന്ന് നമ്മളൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം വഴുതനങ്ങ. അപ്പോഴേ എല്ലാ സൈഡും ഒരേപോലെ വെന്ത് നമുക്ക് കിട്ടുള്ളൂ. അടുത്തതായി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മീഡിയം സൈസ് സവാളയും ഒരു 3 പച്ചമുളകും 2 തക്കാളിയും കൂടെ നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് സവാള നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായി കളറ് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി. കായത്തിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട, ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. തക്കാളി മസാലയുമായിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ച് തക്കാളി നന്നായി വെന്തുടയുന്ന വരെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വഴുതനങ്ങയിൽ നിന്ന് അതിൻ്റെ തൊലി ഇളക്കിയെടുക്കാം. നന്നായി കുക്കായിട്ടുള്ളത് കൊണ്ട് ഈ തൊലി ഇളക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. തൊലിയെല്ലാം ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്കതൊരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു മാഷർ ഉപയോഗിച്ചോ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഭർത്ത നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മസാലയും ഈ വഴുതനങ്ങയും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇടയ്ക്ക് ചില വെളുത്തുള്ളി എല്ലാം നമുക്ക് ശരിക്കും ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവില്ല. അത് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ആദ്യം സവാള വഴറ്റിയപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പിട്ടതേ ഉള്ളൂ. നമുക്ക് 1 ടീസ്പൂണും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം. ബേങ്കൻ ഭർത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നേരത്ത് നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് അതിൻ്റെ മേളിൽ കൂടെ ഒഴിച്ച് റൊട്ടിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെന്തായാലും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.